ഹലോ എവരി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. യു ജി സി നെറ്റ് എക്സാം പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് എത്രമാത്രം വ്യക്തമായി നമ്മൾ സിലബസ് മനസ്സിലാക്കി എന്നുള്ളതാണ്. സോ സിലബസിന്റെ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയിട്ട് നമുക്കുണ്ടെങ്കിൽ പിന്നീട് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. സോ നമ്മൾ കഴിഞ്ഞ 9 ഷോർട്ട് ലെക്ചേഴ്സ് ആയിട്ട് യു ജി സി നെറ്റ് ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് യൂണിറ്റ്സ് എടുക്കുകയും ആ യൂണിറ്റ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്യുകയുമാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ പേപ്പറിലെ അവസാനത്തെ യൂണിറ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ. സോ ഓൾ ടുഗദർ ഈ 10 യൂണിറ്റുകൾ എങ്ങനെയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡിസ്കഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലൈക്ക് വൈസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ എങ്ങനെ ഏതൊക്കെ ഏരിയയ്ക്കാണ് കൂടുതൽ റെലവൻസ് കൊടുക്കുന്നതെന്നും നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ. സോ ഹയർ എഡ്യൂക്കേഷന്റെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസിൽ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ, ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, ഓറിയന്റൽ conventional and non-conventional learning programs in India, professional, technical and skill-based education, value education and environmental education, policies, governance and administration. So these are the topics. ഈ ടോപ്പിക് ഏരിയയിൽ തന്നെ, ഈ സിലബസ് ഏരിയയിൽ തന്നെ നമുക്ക് 3-4 ഏരിയയിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷൻ കൂട്ടാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, കോൺസെൻട്രേഷൻ ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഏൻഷ്യന്റ് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, അതോടൊപ്പം തന്നെ പല സിസ്റ്റംസ്, ഇപ്പോൾ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, വേദിക് പീരീഡിലെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, സോ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഏൻഷ്യന്റ് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ അതിനുശേഷം എങ്ങനെയാണ് ഹയർ ലേണിംഗ് ഇവോൾവ് ചെയ്തത്, ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു ഏരിയ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതേപോലെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് പഠിക്കുമ്പോൾ ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസിലെ മോഡ് ഓർ മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരുന്നു, അതേപോലെ അഡ്മിഷൻ ക്രൈറ്റീരിയാസ്, ദെൻ ഏതൊക്കെ സബ്ജക്ട്സുകളാണ് കൂടുതലായിട്ട് ഈ ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിച്ചിരുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഇവല്യൂഷൻ പറയുമ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിട്ടുള്ള മേജർ ഇനീഷ്യേറ്റീവ്സ്, അതിൽ തന്നെ ഡിഫറെൻറ്റ് കമ്മീഷൻസ്, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി പഠിക്കുന്നു, അതേപോലെ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കമ്മീഷൻസ്. ഇപ്പോൾ ഇൻഡിപെൻഡൻസിന് മുമ്പാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനൊക്കെ വരുന്നത്. അങ്ങനെയുള്ള ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കമ്മീഷൻസും, അതേപോലെ തന്നെ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഡിപെൻഡൻസിന് ശേഷം വന്നിരിക്കുന്ന രാധാകൃഷ്ണൻ കമ്മീഷൻ, കൊത്താരി കമ്മീഷൻ പോലുള്ള, യശ്പാൽ കമ്മീഷൻ പോലുള്ള കമ്മീഷൻസിന്റെ റെക്കമെൻഡേഷൻസും അതുവഴി എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതെല്ലാം ഈ ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ അത് ഇവല്യൂഷൻ മാത്രം പോരാ, ഇൻഡിപെൻഡൻസിന് ശേഷം ഇപ്പോൾ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പുതിയ ഇനീഷ്യേറ്റീവ്സ് കൂടി നമ്മൾ ആ ഒരു ഏരിയ തന്നെ കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. ലൈക്ക് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ പുതിയ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ്. നോട്ട് ഓൺലി ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് നമ്മൾ ICTയുടെ ഭാഗമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റെന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് റിസർച്ച് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടും ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ടും UGCയും മറ്റ് നാഷണൽ ഗവൺമെന്റും ഒക്കെ ചെയ്യുന്നത്. അത്തരം ഇനീഷ്യേറ്റീവ് സ്കീംസും അതിന്റെ മീനിങ്ങും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ലൈക്ക് നമ്മളിപ്പോൾ UAY, ഓക്കെ, ഉച്ചതർ ആവിഷ്കാർ യോജന, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്കീംസ് ആർ ദർ, രാഷ്ട്രീയ ഉച്ചതർ യോജന, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സ്കീംസ് ഉണ്ട്. ഈ ഓരോ റുസ പോലുള്ള സ്കീം എന്താണ്, അങ്ങനെയുള്ള ഓരോ ഇനീഷ്യേറ്റീവ്സും കൃത്യമായിട്ട് പഠിക്കുകയും ആ ഇനീഷ്യേറ്റീവ്സ് ഹയർ എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുകയും വേണം. ബിക്കോസ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അതുകൂടാതെ മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ഏരിയ നമുക്ക് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. വാല്യൂ എഡ്യൂക്കേഷൻ ബാക്കിയുള്ള ഇപ്പോൾ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവർണൻസുമായി ബന്ധപ്പെട്ട്, പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. അത് ഒരു 3 years മുമ്പ് വരെയാണ് നമ്മൾ കൂടുതൽ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറുള്ളത്. ഇപ്പോൾ റെയർലി ഒരു ക്വസ്റ്റ്യൻ വന്നാലായി. ബാക്കി കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഈ ഫസ്റ്റ് ഏരിയ, സെക്കൻഡ് ഏരിയ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. ഈ 3 ഏരിയയിൽ നമ്മളുടെ പ്രിപ്പറേഷൻ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ സ്ട്രാറ്റജിക് ഫോക്കസ് ഏരിയ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, ഓർ യു ക്യാൻ സേ 99% നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 2020. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡോക്യുമെന്റ് അതേപടി തന്നെ പഠിക്കുവാണെങ്കിൽ അത്ര നല്ലതെന്ന് പറയാം. ബിക്കോസ് പോളിസി ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട
വേഡിങ്സ് ഉൾപ്പെടെ സെയിം വേഡിങ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രീവിയസ് ഇയർ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചു. ദെൻ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ്. CBCS എന്താണെന്നുള്ളതും CBCSന്റെ ഫീച്ചേഴ്സും ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏഷ്യൻ ഇന്ത്യ, അവിടെ ഹയർ ലേണിംഗ് ഇനീഷ്യേറ്റീവ്സ്, ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ട ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റീസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ചോദിക്കാറുണ്ട്. അവിടെ പഠിപ്പിച്ചിരുന്ന സബ്ജക്ട്സ്, ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്, അഡ്മിഷൻ ക്രൈറ്റീരിയ എങ്ങനെയായിരുന്നു, തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി, ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട്, യൂണിവേഴ്സിറ്റീസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ദെൻ ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആണ്. സോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഏതൊക്കെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ യു നീഡ് ടു ഹാവ് എ ബേസിക് അവയർനെസ് അബൌട്ട് ദി പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ റിഫോംസ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് മാത്രം പോരാ, പ്രീ ഇൻഡിപെൻഡന്റ് എഡ്യൂക്കേഷൻ റിഫോംസിനെ പറ്റി ഹാർട്ടോ കമ്മിറ്റി പോലുള്ള, അല്ലെങ്കിൽ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ പോലുള്ള പ്രീ ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ റിഫോംസിനെ പറ്റിയും നമ്മൾ അറിയണം. അതേപോലെ ഇതിനു മുമ്പ് എന്തൊക്കെ ആക്ടുകളാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇൻഡിപെൻഡൻസിന് മുമ്പും ശേഷവും പാസ്സാക്കിയിട്ടുള്ളത്, അതിനെപ്പറ്റിയുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വരുന്നത് റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ലൈക്ക് UGC, AICTE, അതേപോലെ NEP പ്രകാരം പ്രപ്പോസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെഗുലേറ്ററീസ്. അതിൽ റെഗുലേറ്ററി ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. സോ അതേപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് വെർട്ടിക്കിൾസിനെ പറ്റി പറയുന്നുണ്ട്. ആ ഓരോ വെർട്ടിക്കിൾസിൻ്റെയും പർപ്പസ് എന്താണ്, NAC പോലുള്ള, നാക്കിൻ്റെ പുതിയ NAC വരുന്നുണ്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് വെർട്ടിക്കിൾസ്. അതിൻ്റെ പർപ്പസ് വെച്ചുള്ള ക്വസ്റ്റ്യൻസും നമ്മളോട് ചോദിക്കും, ഫോർ ഷുവർ ചോദിച്ചിരിക്കും. പിന്നെ വരുന്നത് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ആസ് ഐ സെഡ്, ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ. സോ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്. ഇവ കവർ ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% ഏരിയയും, സിലബസിൽ ഒരുപാട് ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 5 or 6 ഏരിയാസ് കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് 90% ഏരിയയും കവർ ചെയ്യും. സോ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, CBCS, then higher learning in ancient India, evolution of higher learning in after independence, അതിൽ തന്നെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് കവർ ചെയ്യണം, ദെൻ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കവർ ചെയ്യണം, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ്, റീസെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണ് ഹയർ ലേണിംഗുമായി ബന്ധപ്പെട്ടുള്ളത്, അവയും നമ്മൾ കവർ ചെയ്യണം. സോ ഇനി നമുക്ക് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് കൂടി മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. ഐ വോണ്ട് സേ ഈ ഒരു ഏരിയ വളരെ ഈസി ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല. വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക് നിങ്ങൾ ആദ്യം കവർ ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഏതൊക്കെ രീതിയിൽ വന്നാലും 3 out of 5 നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് എബൌട്ട് പ്രൊമോട്ടിങ്. എന്താണ് വാല്യൂ എഡ്യൂക്കേഷൻ എന്നാണ് ആ കൺസെപ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, നാഷണൽ കൊഹേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, റിച്ച് കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ്, റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് ബിലീഫ്, സൗണ്ട് മോറൽ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് വാല്യൂ എഡ്യൂക്കേഷന്റെ കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് ഓൾ അബൌട്ട് പ്രൊമോട്ടിങ് എന്തൊക്കെയാ? ഇക്വാലിറ്റി, സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോട്ട് ചെയ്യുക, നാഷണൽ ഇന്റഗ്രിറ്റി പ്രൊമോട്ട് ചെയ്യുക, ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഹെറിറ്റേജ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ തന്നെ സൗണ്ട് മോറൽ ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പ്രൊമോട്ട് ചെയ്യുക. ഇവയെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പക്ഷേ റിലീജിയസ് പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമല്ല. ബാക്കിയുള്ള എല്ലാം വാല്യൂ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. സോ ദ റൈറ്റ് ആൻസർ ഇസ് A, B, C ആൻഡ് E. ഓക്കെ, സോ വാല്യൂ എഡ്യൂക്കേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള മറ്റൊരു ഏരിയയാണ് CBCS. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് CBCS? ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. CBCS is a framework to provide choice for electives and optional to students. Electives and optional സബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കോർ പേപ്പർ, ഇലക്റ്റീവ് പേപ്പർ ആൻഡ് ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിട്ടാണ്. ദെൻ അതേപോലെ CBCS ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഓൺലി ത്രൂ ഓൺലൈൻ പ്രോഗ്രാം. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. സോ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആവുന്നത് ഓൺലൈൻ പ്രോഗ്രാമിലൂടെ മാത്രമേ CBCS ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, അതെന്ന് പറയുന്നത് തെറ്റാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. MOOCs ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ചോയ്സസ് ഫോർ CBCS ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് CBCSന് കോഴ്സുകൾ ഓഫർ ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ജനറിക് ഇലക്റ്റീവ്സ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആർ പ്രൊവൈഡഡ് അണ്ടർ CBCS ഫ്രെയിംവർക്ക്. ഇലക്റ്റീവ്സും സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസും അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവയെല്ലാം ശരിയാണ്.
തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നത്. തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് CBSE ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ഓൺലി ത്രൂ ഓൺലൈൻ പ്രോഗ്രാം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു ചോയ്സ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എഗെയിൻ വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് റീസെന്റ് ക്വസ്റ്റ്യൻ ഇവർ കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് നോളജ് ബേസ്ഡ് ആൻഡ് ഇൻഫർമേഷൻ ഓറിയന്റഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. സോ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോളജ് ബേസ്ഡ് ഓർ ഇൻഫർമേഷൻ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ അല്ല. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. അവിടെ നമ്മൾ പറഞ്ഞില്ലേ കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ എത്തിക്കൽ മൊറാലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് വാല്യൂ എഡ്യൂക്കേഷൻ ഉള്ളത്. അല്ലാതെ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇൻഫോർമേഷൻസ് ആൻഡ് നോളജ്. ഓക്കെ, സോ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണ്, അത് ശരിയാണ്. പക്ഷെ വാല്യൂ എഡ്യൂക്കേഷൻ നോളജ് ബേസ്ഡോ സ്കിൽ ഓറിയന്റഡ് ആണെന്ന് പറയുന്നത് അത്ര ശരിയല്ല. അടുത്ത ക്വസ്റ്റ്യൻ കാണാമല്ലോ. ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് വാല്യൂ എഡ്യൂക്കേഷൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ്. വാല്യൂ എഡ്യൂക്കേഷന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. അക്വിൻറ്റിംഗ് സ്റ്റുഡൻസ് വിത്ത് ദി വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, ഡെവലപ്പിംഗ് ഐഡിയൽ ടീച്ചേഴ്സ്, ഡെവലപ്പിംഗ് റെസ്പോൺസിബിൾ ആൻഡ് ഗുഡ് സിറ്റിസൺസ്, വാല്യൂ ഫോർ സൊസൈറ്റി. സോ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിന്റെ തന്നെ ബേസിക് എയിം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് റെസ്പോൺസിബിൾ ആൻഡ് ഗുഡ് സിറ്റിസൺസ് ആണ്. സോ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിൾ സിറ്റിസൺസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ എഡ്യൂക്കേഷന്റെ പർപ്പസ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അവിടെ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ, മാച്ച് ദി ഫീച്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് വേരിയസ് ടൈപ്സ്. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി തന്നിട്ടുണ്ട്. ഏൻഷ്യൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. ഏൻഷ്യൻ വേദിക് എഡ്യൂക്കേഷൻ, പോസ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ, ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇക്വാലിറ്റി വാസ് ദി ഫൗണ്ടേഷൻ ഓഫ് സ്റ്റുഡന്റ് ടീച്ചർ റിലേഷൻഷിപ്പ്, എൻറിച്ച്മെന്റ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, നോളജ് റിസൾട്ട്സ് ഇൻ വൈപ്പിംഗ് ഔട്ട് ഫോൾസ്ഹുഡ്, എംഫസിസ് ഓൺ ക്യാരക്ടർ ബിൽഡിംഗ് ആൻഡ് സെൽഫ് റിയലൈസേഷൻ. അതായത് ഈ ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ പഠിക്കേണ്ടതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, അതായത് ഇപ്പോൾ ഏൻഷ്യന്റ് വേദിക് എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്താണ്, അതേപോലെ പോസ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരുന്നു, അത് എന്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്, അങ്ങനെ ഓരോ ഏരിയയും ആ ടൈം പീരീഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പർപ്പസും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇവിടെ പറയുന്നത് ആൻസർ എന്താണ്? ഏൻഷ്യൻ വേദിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻറിച്ച്മെന്റ് ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. നോളജ് ആൻഡ് എക്സ്പീരിയൻസ് എൻറിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു പർപ്പസ്. അതേപോലെ പോസ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നോളജ് റിസൾട്ട്സ് ഇൻ വൈപ്പിംഗ് ഔട്ട് ഫോൾസ്ഹുഡ്, തെറ്റിദ്ധാരണകൾ മാറ്റുമ്പോഴാണ് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത്, നോളജ് ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് പോസ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ പറയുന്നത്. ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് emphasis on character building and self realization. And Buddhist system of education concentrate ചെയ്തിരുന്നത് equality was the foundation of student teacher relationship. ഇത് ഓരോന്നിന്റെ ഫീച്ചർ ആണ്. അപ്പൊ അത്രയും ഡീപ്പായിട്ടാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും ഏഷ്യന്റ് ടൈമിലെ ഓരോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായാലും ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തൊരു ക്വസ്റ്റ്യൻ, given below are two statements. One is labeled assertion and reason. Assertion reason type question ആണ്. Assertion പറയുന്നത് the aim of education in ancient India was not just acquisition of knowledge but preparation for life in this world beyond schooling. ജസ്റ്റ് ഒരു നോളജ് ഗെയിൻ ചെയ്യുക എന്ന് മാത്രമല്ല ഏൻഷ്യന്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ നോളജ് മാത്രമല്ല നമ്മുടെ ഭാവിയിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളതുകൂടി എഡ്യൂക്കേഷന്റെ പർപ്പസ് ആയിരുന്നു. റീസൺ പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ലേഡ് എംഫസിസ് ഓൺ കംപ്ലീറ്റ് ലിബറലൈസേഷൻ ആൻഡ് റിയലൈസേഷൻ ഓഫ് സെൽഫ്. നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മളുടെ തിരിച്ചറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് നമുക്ക് തന്നെ ഒരുക്കാൻ സാധിക്കണം. അപ്പോൾ അസെഷൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആക്കി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണോ റീസൺ എന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ അസെഷൻ പറയുന്നത് എന്താ? ദി എയിം ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ was not just acquisition of knowledge but preparation for life in the world beyond schooling. സ്കൂളിങ്ങിന് ശേഷവും നമ്മളെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പർപ്പസ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ഏൻഷ്യന്റ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ലെയ്ഡ്
emphasis on complete realization and liberation of self. So എക്സാക്ട്ലി മാച്ച് ആവുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്? അത്തരത്തിലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള കാരണം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ തിരിച്ചറിയലാണ്. അതായത് നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കണം, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് തിരിച്ചറിയലാണ്. ആ ഒരു കൺസെപ്റ്റിൽ ഇത് മാച്ച് ആവുന്നുണ്ട്. സോ പറഞ്ഞിരിക്കുന്ന അസെഷൻ ശരിയാണ്. അതേപോലെ റീസൺ എന്ന് പറയുന്നത് അസെഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസെഷൻ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഏരിയയിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നല്ല പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഹയർ എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ കാണാം. ദി റെക്കമെൻഡേഷൻ that no student shall be allowed to specialize in teaching a subject unless he had it in BA or BSc was made in. സോ ടീച്ചർക്ക് ഒരു സ്പെഷ്യലൈസേഷൻ നടത്തണമെങ്കിൽ, ടീച്ചിങ്ങിൽ സ്പെഷ്യലൈസേഷൻ നടത്തണമെങ്കിൽ അത് BA-യിലോ BSc-യിലോ ക്വാളിഫിക്കേഷൻ ഉള്ളതിൽ മാത്രമേ സാധിക്കൂ എന്ന് റെക്കമെൻഡ് ചെയ്ത് ഏത് കമ്മീഷനാണ്? കമ്മീഷൻ റെക്കമെൻഡേഷൻസുമായി ബന്ധപ്പെട്ടാണ് ഇഷ്പാൽ കമ്മിറ്റി, നോളജ് കമ്മീഷൻ, എഡ്യൂക്കേഷൻ കമ്മീഷൻ, ദെൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1964 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൊത്താരി കമ്മീഷൻ, ദെൻ NR സർക്കാർ കമ്മിറ്റി. സോ ഇത്തരം റെക്കമെൻഡേഷൻ നടത്തിയിരിക്കുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് 1964 ആണ്. അതായത് കൊത്താരി കമ്മീഷനാണ് ഈ ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സോ ഇത്തരം കമ്മീഷൻസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് കൊത്താരി കമ്മീഷൻ തന്നെയാണ് നമുക്ക്. അപ്പോൾ കൊത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പൂർണ്ണമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം. എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ഉണ്ട്, ആ ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ was made a statutory body by the Act of Parliament in 1993. Second statement പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ was the chairman of University Education Commission that was set up in 1948. ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ആദ്യത്തെ കമ്മീഷനാണ്. അതിന്റെ ചെയർമാൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. ഓക്കെ. അതേപോലെ തന്നെ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കിയത് 1993 ആക്ട് പ്രകാരമാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇവിടെ പറയുന്നത് ട്രൂ ആണ്. ഓക്കെ. സോ കമ്മീഷനും ഉണ്ട് അവിടെ, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും രണ്ട് ഏരിയയും പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ NEP 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഏരിയ ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. സോ NEP 2020 പ്രകാരം കൺസിഡർ ദി ഫോളോയിങ് 2 സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ദി സെക്കൻഡ് വെർട്ടിക്കൽ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വിൽ ബി a meta-accrediting body called National Accreditation Council. So there are different verticals. അതിൽ സെക്കൻഡ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ഒരു നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് നമ്മൾ പറയണം. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇൻ ദി ലോങ് റൺ ഇറ്റ് ഈസ് envisaged that accreditation will become a binary process as per extant global practice. അതായത് ഒരു ബൈനറി പ്രോസസ്, ഒരു സിംഗിൾ എൻറ്റിറ്റി അക്രഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. അതിനുവേണ്ടി ഗ്ലോബൽ പ്രാക്ടീസ് പോലെ, ഗ്ലോബലി കാണുന്ന ആ ഒരു പ്രാക്ടീസ് പോലെ ഇന്ത്യയിലും അക്രഡിറ്റേഷൻ നടത്തേണ്ട ഒരു സിംഗിൾ എൻറ്റിറ്റി ആണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് NAC ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിരിക്കുന്നത് ഡയറക്ട്ലി ഫ്രം ദി ഡോക്യുമെന്റ് ആണ്. അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡോക്യുമെന്റ് നോക്കിക്കഴിഞ്ഞാൽ സെയിം വേർഡിങ്, സെയിം സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഡോക്യുമെന്റിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ് തന്നിരിക്കുന്നത്. So the primary mechanism is enable such a regulation will be accreditation. So the second vertical of HECI will therefore be a meta accreditation body called National Accreditation Council. Same statement തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നു. നോക്കി, ഇതിൽ തന്നെ ഏറ്റവും ഇതേ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാം in the long run accreditation will become a binary process as per the extent global practice. കണ്ടോ? സെയിം വേർഡിങ്, സെയിം തിങ് ഈസ് കോപ്പിഡ് ഫ്രം ദി ഡോക്യുമെന്റ് ഇറ്റ്സെൽഫ്. സോ നമ്മളെ സംബന്ധിച്ച് NEP-യുമായി ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് അത് ആ ഒരു ഡോക്യുമെന്റ് കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായിരിക്കും. ബിക്കോസ് NEP ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഏരിയ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഡോക്യുമെന്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് അതിനകത്ത് 60 pages ഒക്കെ ഉണ്ട്. അതിനകത്ത് നമ്മളെ സംബന്ധിച്ച് വളരെ ഹയർ എഡ്യൂക്കേഷൻ ഏരിയ മാത്രം നോക്കിയാൽ മതി. ഹയർ എഡ്യൂക്കേഷൻ ഏരിയയിൽ തന്നെ ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ HECIയും അതിന്റെ വെർട്ടിക്കൽസും കൃത്യമായിട്ട് ഒരു തവണ വായിച്ചിരുന്നാൽ അത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ.
സം ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻസ് ഓഫ് കൊത്താരി കമ്മീഷൻ. കൊത്താരി കമ്മീഷൻ ഏതാണ്? 1964 എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. സോ ഇതിന്റെ റെക്കമെൻഡേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ കൊത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് യു ക്യാൻ സി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ഓഫ് അഡ്വാൻസ്ഡ് സെന്റേഴ്സ് ഇൻ മേജർ യൂണിവേഴ്സിറ്റീസ്. യൂണിവേഴ്സിറ്റീസിൽ ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് 6 മേജർ യൂണിവേഴ്സിറ്റീസ്, ഇംപ്രൂവിങ് ക്വാളിറ്റി ആൻഡ് കണ്ടന്റ് ഓഫ് ലെക്ചറിങ്. ഇതൊക്കെ അതിന്റെ റെക്കമെൻഡേഷന്റെ ഭാഗമാണ്. സോ ഏതൊക്കെയാണ് കൊത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയേ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ് ഈ കമ്മീഷൻസ് എല്ലാം. കമ്മീഷന്റെ റെക്കമെൻഡേഷൻസും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മേജർ ഇനിഷ്യേറ്റീവ്സ് ഹാസ് ബീൻ ടേക്കൺ ബൈ UGC വിത്ത് എ കമ്മീഷൻ ടു അഡ്രസ് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷനിൽ എത്തിക്കൽ പ്രാക്ടീസ് കൊണ്ടുവരണം എന്ന ലക്ഷ്യവുമായിട്ട് UGC ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡിഫറെന്റ് മിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് യു ക്യാൻ സി ബി, മൂല്യ പ്രവാച് ആൻഡ് സി ദാറ്റ് ഈസ് ഗേപ്പ്. ഗേപ്പ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ഡോക്യുമെന്റ് ഓൺ ഗുഡ് അക്കാഡമിക് റിസർച്ച് പ്രാക്ടീസസ്. ആൻഡ് ഡി കെയർ ഈസ് കൺസോർഷ്യം ഫോർ അക്കാഡമിക് റിസർച്ച് ആൻഡ് എത്തിക്സ്. സോ കെയർ ലിസ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത് മൂന്നുമാണ് UGCയുടെ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ എത്തിക്സുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ വൺ മോർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഡിഫറെന്റ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ റുസ, ദെൻ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്സ്, ദാറ്റ് ഈസ് GIAN, ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്സ്, ദെൻ ഉച്ചതർ ആവിഷ്കാർ യോജന, ദെൻ സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് ഇക്കോണമി. സോ ഇതിന്റെ എല്ലാത്തിന്റെയും മീനിങ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ ഓരോ ഇനീഷ്യേറ്റീവ് വരുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാന്റെ പർപ്പസ് എന്താണെന്ന് അറിയണം. ദെൻ GIAN മീൻസ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്സ്. അതേപോലെ UAY, ഉച്ചതർ ആവിഷ്കാർ യോജന. ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് എന്തിനു വേണ്ടിയായിരുന്നു, അതിന്റെ ബേസിക് പർപ്പസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ സി റുസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അതാണ് പർപ്പസ്. അതിനുവേണ്ടിയാണ് റുസ ഇനീഷ്യേറ്റീവ് വരുന്നത്. ദെൻ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് ഉദ്ദേശിക്കുന്നത് ഫോറിൻ ഫാക്കൽറ്റീസിനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വന്ന് ക്ലാസ് എടുപ്പിക്കുക, അവരെ കൊണ്ട് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക, ടൈപ്പ് ബിൽഡ് ചെയ്യുക. അതിനൊക്കെ വേണ്ടിയാണ് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ് വരുന്നത്. അതേപോലെ ഉച്ചതർ ആവിഷ്കാർ യോജന എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് ആണ്. ഇൻഡസ്ട്രി അക്കാഡമിക് കൊളാബറേഷനോട് കൂടിയുള്ള ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അതിനുവേണ്ടിയാണ് ഒരു ഇനീഷ്യേറ്റീവ് വരുന്നത്. ദെൻ സ്കീം ഫോർ ട്രാൻസ്ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് ഇക്കോണമി, അത് റിസർച്ച് പ്രൊമോട്ട് ചെയ്യാൻ, അതായത് പ്രൊമോട്ട് റിസർച്ച് ഇൻ ഫ്രോണ്ടിയർ ഏരിയാസ് ഓഫ് നോളജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ എയിം. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ഇനീഷ്യേറ്റീവ്, ഒരു 25 to 30 ഇനീഷ്യേറ്റീവ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഓരോ ഇനീഷ്യേറ്റീവ്സിൻ്റെയും പർപ്പസ് എന്താണെന്ന് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് കുറച്ച് MCQs. അവിടെ MCQs അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ സേ സ്റ്റാർട്ട് വിത്ത് ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ബിക്കോസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അവിടെ നിന്ന് കിട്ടും. ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് എങ്ങനെയാണ് ഓരോ ടൈം ഫ്രെയിമിൽ എഡ്യൂക്കേഷൻ ഇവോൾവ് ചെയ്തത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ സിസ്റ്റത്തിന് പിന്നീട് ബ്രിട്ടീഷ് ടൈമിൽ വന്നിട്ടുള്ളത്, ബ്രിട്ടീഷ് ടൈമിന് ശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്മീഷൻസിനെ പറ്റി മനസ്സിലാകും. ആ ഒരു റൈറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഏൻഷ്യൻ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം കവർ ചെയ്യുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, ബുദ്ധിസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ്, ബ്രാഹ്മണിക്കൽ സിസ്റ്റം എങ്ങനെയായിരുന്നു, അതിനു മുമ്പ് വേദിക് ആൻഡ് പോസ്റ്റ് വേദിക് സിസ്റ്റംസ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള സിറ്റുവേഷൻ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ റിഫോംസ്, അങ്ങനെ കവർ ചെയ്തു പോയാൽ നമുക്ക് ആ ഒരു ഓവർ ടൈമിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവോൾവ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഇനീഷ്യേറ്റീവ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ റിഫോംസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഗവൺമെന്റിന്റെ പുതിയ ഇനീഷ്യേറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടോ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട്, അതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സ്കൂൾ എഡ്യൂക്കേഷൻ നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പുതിയ ഇനീഷ്യേറ്റീവ്സ് ആണുള്ളത് അത് മനസ്സിലാക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 തന്നെയാണ്.
അതായത് എന്തൊക്കെ മാറ്റങ്ങളാണ് NEP വഴി വരുന്നത്, NEP പ്രകാരം എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരും, അതേപോലെ അക്രഡിറ്റേഷൻ ആയാലും അതേപോലെ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, അവയുടെ പർപ്പസ് എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇതിനെല്ലാം ലാസ്റ്റ് 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ NEP-യുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത്തരത്തിൽ PYQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മളെ ഇവിടെയും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം നിങ്ങൾ ഓർക്കുക, ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 3 റൈറ്റ് ആൻസേഴ്സ് ഔട്ട് ഓഫ് 5 ആണ്. ബിക്കോസ് കോംപ്ലിക്കേറ്റഡ് ആവാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഇന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ 3 to 4 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് ഈ ഏരിയയിൽ മേടിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് ഇനഫ് ടു നമ്മൾ ഈ പറഞ്ഞ ഒരു 65 to 70 ആ ഒരു റേഞ്ചിൽ, 66 to 70 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിൽ നമുക്ക് ജനറൽ പേപ്പറിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് എല്ലാ സബ്ജക്റ്റുകൾക്കും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഡെഫിനറ്റ്ലി യു വിൽ ബി ഏബിൾ ടു ക്ലിയർ. ഓക്കെ, ഒരു ഹൈ സ്കോർ മോർ ദാൻ 70 സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്, 78 ഒക്കെ സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇത്തരം PYQ ഡിസ്കഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, PYQs, ദെൻ PYQs ബേസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് 10% ജനറൽ പേപ്പറിന് ഒരു 70 എബോവ് മാർക്കിലേക്ക് തന്നെ എത്താൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് എല്ലാ യൂണിറ്റ് ഏരിയയും നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തു. സോ ഏതെങ്കിലും ഏരിയയിൽ ഫർദർ ഡിസ്കഷൻസ് ആവശ്യമാണ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി മറ്റ് ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യും. സോ താങ്ക് യു എവരി വൺ, ബൈ.